ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കസിനായിട്ടൊന്ന് പുറത്തോട്ട് പോവാണ്. സോ ബ്രദർ അബുദാബിയിൽ നിന്ന് വന്നിട്ട് 1 മന്ത് ലീവ് കഴിഞ്ഞു. അപ്പോൾ അവൻ പോകാനായിട്ട് ഇനി 2-3 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വെച്ചാൽ അതാണ് ഇന്നത്തെ വീഡിയോ. ഞാനിങ്ങനെ ഇൻട്രോ എടുക്കുന്ന സമയത്ത് അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് വീഴുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. നോക്കൂത്തി നേടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് മെയിനായിട്ട് പോയത് മഴ പെയ്യും എന്ന് വിചാരിച്ചാണ്. പക്ഷേ മഴ ഇന്ന് പെയ്തിട്ടേ ഇല്ല. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. ആ സമയത്ത് തന്നെ മിലോ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാവയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ചു. അവ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാവയുടെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, പാട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. എനിക്ക് പാട്ടിടുന്ന വീഡിയോസ് ഇടണമെന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് വീഴുന്നത് കൊണ്ടാണ്. പോകുന്ന സമയത്ത് തന്നെ എയർപോർട്ടിൻ്റെ ആ റോഡ് പിന്നെ പറയണ്ടല്ലോ, പ്രത്യേകിച്ച് എപ്പോഴും സിഗ്നലും ബ്ലോക്കും തിരക്കൊക്കെ ആയിരിക്കും. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് സിനിമ കാണാൻ താല്പര്യമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമുക്കൊരു പ്ലാനും ഇല്ല. ഇപ്പൊ ഇവിടെ എവിടെയാടി വന്നിരിക്കണ? വെട്ടുകാട്. അയ്യോ, ഐസ്ക്രീം കഴിച്ചെൻ്റെ ലിപ്സ്റ്റിക്ക് പോയടി. ഇനി എവിടെ സിനിമയ്ക്കാ പോണത്? ലുലുമാളിലോ? ആർക്കും ഉറപ്പില്ലേ. എനിക്ക് ഐസ്ക്രീം കുടിച്ച് എരിവുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നണം. പാനിപ്പൂരി കഴിക്കാം. പാനിപ്പൂരി വേണോ? അങ്ങനെ ഞാനൊരു കോഫിയുടെ ഫ്ലേവർ വരുന്ന ഒരു കോൺ ഐസ്ക്രീമാണ് കഴിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരമായിരുന്നു അത്. അപ്പോൾ എനിക്ക് മധുരം കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് എരിവ് എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നി. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ പാനിപ്പൂരിയും ചോളവും വാങ്ങിക്കാനായിട്ട് വന്നു. എല്ലാം കൂടുതൽ വാങ്ങിച്ച വേസ്റ്റ് ആക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം 1-2 എന്തോ വാങ്ങിച്ചോളൂ. ആൻറ്റിമാർ എനിക്ക് ഇങ്ങോട്ടാണ് ടാറ്റ പറഞ്ഞത്. ഭയങ്കര സ്നേഹമായിരുന്നു ആ ചേച്ചി ആൻറ്റിയൊക്കെ. അപ്പോൾ ഈ കടയിലെ ഓണറാണ് ഈ ഗ്രേപ്പ് കളർ സാരി എടുത്തിരിക്കുന്നത്. ആൻറ്റി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, നീ എനിക്ക് ടാറ്റ തന്നില്ലല്ലോ എന്ന്. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പാനിപ്പൂരി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ചോളം കുറച്ച് ബാലൻസ് വന്നു. അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് തീർക്കുകയാണ്. കുറച്ചും കൂടെ ബാലൻസ് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങിച്ചിരുന്നെങ്കിൽ നല്ല വേസ്റ്റ് ആകുമായിരുന്നു ഫുഡ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് ഒരു പ്ലാനും ഇല്ല എവിടെ പോകണമെന്നൊന്നും. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു പ്ലാൻ ഇട്ടു, ഞങ്ങൾ ഇറങ്ങി. അത്രേ ഉള്ളൂ. കാരണം ഇപ്പോൾ പോകുന്നതുകൊണ്ട് ഇനി ടൈമും ഇല്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്തോ സിനിമ റോന്ത അങ്ങനെ എന്തോ ഫസ്റ്റ് ഏത് സിനിമ മറ്റേ ധനുഷിൻ്റെ കുബേര അങ്ങനെ എന്തൊരു മൂവി കാണാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ റോന്തും കാണാൻ വിചാരിച്ചപ്പോഴത്തേക്കും നമുക്ക് മൂവിയൊന്നും കാണാനുള്ള ഒരു മൂഡില്ല. കാരണം വെച്ചാൽ അവൻ പോകാൻ ഇനി 2-3 ദിവസമേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചാൽ ആ 2-3 ദിവസം കൊണ്ട് ഇപ്പോൾ പോകും മൂവിക്ക് 2 മണിക്കൂർ 2 ദിവസം 2 days 2 ദിവസമേ ഉള്ളൂ. അപ്പം ഇപ്പോൾ പോയി സിനിമയ്ക്ക് 2.5 മണിക്കൂർ വെറുതെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വെറുതെ വീട്ടിലോട്ട് പോകും. അപ്പോൾ സിനിമ നമുക്ക് ഇനി ആരുടെ കാണാമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ലുലുമാളിൽ പോയിട്ട് വെറുതെ അവിടെ സിനിമ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് പിന്നെ ശംഖുത്ത് പോയില്ലല്ലോ. എന്താണെന്ന് സത്യത്തിൽ നമുക്കും അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് ഫുഡ് എല്ലാം കഴിച്ചിട്ട് വീട്ടിൽ പോകുന്നതാണ് ഇതുവരെ അവർ പറഞ്ഞിരിക്കുന്ന പ്ലാന്. നമുക്ക് അറിഞ്ഞുകൂടാ. ബാക്കി ഇനി എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിലിടാം. നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയാമോ? പിന്നെ
കാറിൽ ഞങ്ങൾ സ്നാക്സും ജ്യൂസൊക്കെ ഓൾറെഡി കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിൽ കയറി ഞങ്ങൾ ആദ്യം അത് തന്നെയാണ് കഴിച്ചത്. ഇപ്പോൾ ഫുഡ് കഴിച്ചതേ ഉള്ളൂ, പക്ഷേ കുറച്ച് നടന്നപ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് വിശക്കാൻ തുടങ്ങി. അതിന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പാട്ടിട്ട് ഞങ്ങൾ നേരെ ലുലു മാളിലോട്ട് പോയി. നമ്മൾ ലുലു മാളിൽ വന്നിരിക്കുകയാണ്. സോ എന്തിനാണ് വന്നത്? സീരിയസ്ലി നമ്മൾ ലുലു മാളിൽ പോയത് ഫോട്ടോസ് എടുക്കാനാണ്. അത്രയ്ക്ക് എടുത്തു. എൻ്റെ ഫോണ് ഫുൾ സ്റ്റോറേജ് ആയിപ്പോയി. അവസാനം ഞാൻ കാണാൻ വെച്ചിരുന്ന ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന മൂവീസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ട് എന്തുമാത്രം ഫോട്ടോസ് നമ്മൾ എടുത്തെന്ന്. അയ്യോ, എൻ്റെ ലിപ്സ്റ്റിക്ക് കുറഞ്ഞപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞുവിടാ. പിന്നെ ഞങ്ങൾ എവിടെ പോയാലും ലിപ്സ്റ്റിക്ക് ഒന്നും കൊണ്ടുപോവാതെ ഇരിക്കില്ല. മിക്ക ലേഡീസും അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ എന്തായാലും ലിപ്സ്റ്റിക്കും സിറമും പെർഫ്യൂമും എവിടെ പോയാലും ഞാൻ കരുതും. അതുപോലെ തന്നെ ഇത്തവണയും നമ്മൾ ആദ്യം പോയത് വാഷ്റൂമിലാണ്. ഞാനും മാച്ചി അവിടെ പോയി പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരുങ്ങി ഫോട്ടോസ് എടുക്കാനുള്ള പ്ലാനിൽ നിന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ വാഷ്റൂമിൽ ഒറ്റ മനുഷ്യരില്ലായിരുന്നു. ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത് വന്നു. ഇത്രയും നേരം എൻ്റെ ഫോണിലാണ് എടുത്ത ഫോട്ടോസ്. എൻ്റെ ഫോണിൽ ഫുള്ളായതുകൊണ്ടാണ് ഇപ്പോൾ ഇച്ചേരെ ഫോണിൽ എടുക്കാൻ തുടങ്ങിയത്. അത്രയ്ക്ക് ഫോട്ടോസ് എടുത്തു. ഈ 100 ഫോട്ടോ എടുത്താലേ അതിൽ 10 ഫോട്ടോ എങ്കിലും ഇഷ്ടപ്പെടുള്ളേ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ പോയി ഫുഡ് കഴിക്കാനായിട്ട്. ബുർജ് മന്തിയോ മന്തി മനസ്സിലെന്തോ കയറാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഇവന് നാടൻ ഫുഡ് ദോശയോ അപ്പമോ പുട്ടോ കപ്പയോ അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലുലുമാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം വഴുതിക്കാട് പോകാനാണ് ഇരുന്നത്. അപ്പോൾ വഴുതിക്കാട് നല്ല തിരക്കായിരുന്നു. അവിടെ തിരക്കെന്നും പറഞ്ഞാണ് ഞങ്ങൾ പരുത്തിപ്പാറ വന്നത്. പരുത്തിപ്പാറ വഴുതക്കാടിൻ്റെ അത്രയും തിരക്കില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഇതെങ്കിലും ഉണ്ട്. അതിനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പരുത്തിപ്പാറയാണ് എത്തിയത്. പരുത്തിപ്പാറയില്ലേ? ആ. അപ്പോൾ സത്യം നമ്മൾ മന്തി കഴിക്കാനായിട്ട് കയറിയപ്പോഴത്തേക്കും ഇവന് നാടൻ ഫുഡ് തന്നെ മതിയെന്ന്. കാരണം അപ്പോൾ മറ്റന്നാളെ പോയ പിന്നെ അവിടെ ഫുള്ളും ചിക്കൻ തന്നെ. അപ്പോൾ തട്ട് ദോശ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാണ് കയറിയത്. വന്ന് നമ്മൾ ഫസ്റ്റത്തെ കട മുതലേ നടന്ന് ഇങ്ങനെ എത്തി. ഒരു കടയിൽ സീറ്റില്ല. അവസാനം ഏതൊക്കെ ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ ഇന്നായിരുന്നാലും കഴിക്കാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് കഴിക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം വന്ന് പുട്ടും മീൻകറിയും ലിവർ പെരട്ടും ബീഫ് ഫ്രൈയും ബീഫ് പെരട്ടും ചിക്കൻ തോരനും ഓംപ്ലേറ്റും ലൈമും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. വയറ് ഫുള്ളായിപ്പോയി. ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും തണുത്തെന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നി. പക്ഷേ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ വീടെത്തി, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ വിത്ത് ആദ്യ വീഡിയോ. ടാറ്റാ കേട്ടോ. ടാറ്റ പറ. ടാറ്റാ. ടാറ്റാ.